അപ്പം നമ്മൾ ഇന്ന് അശ്വതി സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ചൂടായ പാത്രത്തിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള കളർ മാറി തുടങ്ങി, ബ്രൗണിഷായി. നമുക്ക് അടുത്ത സാധനം ഇടാൻ സമയമായി. അധികം വല്ലാണ്ട് എന്താ പറയാ ചേരുവകൾ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതെന്റെ അസിസ്റ്റന്റ് ആണ് തലകുരിച്ചിരിക്കുന്നത്. അച്ഛൻ എന്താ എനിക്ക് പഴയൊരു കുക്കാണ്. എനിക്ക് സാധനങ്ങളൊക്കെ അരിഞ്ഞു തരുന്നത് അച്ഛനാണ്. ഞാൻ മെയിൻ ഷെഫ്, അച്ഛൻ അസിസ്റ്റന്റ് ഷെഫ്. സവാള കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആണ്, ചതച്ചെടുത്തതാണ്. ഒരു മുഴുവൻ അല്ലി വെളുത്തുള്ളിയും ഒരു 2 വലിയ കഷ്ണം ഇഞ്ചിയും 3 4 പച്ചമുളകുമാണ് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. എണ്ണയുടെ കുറവുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചേരുവ അസിസ്റ്റന്റ് ഷെഫിന്റെ നിർബന്ധപ്രകാരം അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. 2-3 പച്ചക്കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ളവർക്കൊക്കെ എരിവ് ഇത്തിരി കൂടുതലാണ് ആവശ്യമുള്ളത്. എരിവിന് അധികം ആവശ്യമില്ലാത്തവർ അതിനനുസരിച്ച് മുളകൊക്കെ കുറയ്ക്കാം. വേപ്പിലേക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇത് കേരളത്തിലെ വേപ്പിലല്ല. ഞങ്ങൾ അയോധ്യ ട്രിപ്പ് പോയപ്പോൾ ബരേലിയിൽ അവിടെ വഴിയിൽ നല്ല അടിപൊളി വേപ്പില കണ്ടിട്ട് അമ്മ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് അവിടെ കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുകയാണ്. അതിൻ്റെ ഒരു തളർച്ചയുണ്ട്, ആരും നല്ല അടിപൊളിയാണ്. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. മലയാളി ആണെന്ന് പറയാതെ മലയാളി ആണെന്ന് തെളിയിക്കാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ അമ്മമാർ ചെടികളും സാധനങ്ങളൊക്കെ എവിടെ പോയാലും വഴിയരികിൽ നിൽക്കുന്നത് കണ്ട പൊട്ടിച്ചുകൊണ്ട് വരും. അതിനൊരു എക്സാമ്പിളാണ് ഈ പൊട്ടിച്ച വേപ്പില. അതാണ് നമ്മളിപ്പോൾ ഈ കറിയിലിട്ടേക്കുന്നത് അല്ലേ. നമ്മുടെ ഏതാണ്ടായിട്ടുണ്ട്. നമ്മളിത്തിരി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ചെറിയ തക്കാളി അത് ഞാൻ ഇടുവാണ് കേട്ടോ. ഇതൊന്ന് വേവണം. കുറച്ച് അതിനുള്ള സമയം കൊടുക്കാം. സാധനം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഉപ്പ് നമ്മൾ തിരുമ്മി വെച്ച ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ സാധനങ്ങൾ ഈ അരിഞ്ഞത് ഒന്ന് വേവാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ചിടുന്നുള്ളൂ, കാരണം ഉപ്പിട്ട് തിരുമ്മി വെച്ചതാണ് എൻ്റെ ചിക്കൻ. അതുകൊണ്ടാണ് കേട്ടോ. സാധാരണ ആൾക്കാർ സവാള വഴറ്റുമ്പോൾ വേഗമാവാൻ വേണ്ടിയിട്ട് ഉപ്പ് ആദ്യം സവാളയുടെ ഒപ്പം ഇടുന്നത് കാണാം. അതും നല്ലതാണ്. ഓൾറെഡി മുളകൊക്കെ വാരി വെതറിയിട്ടുണ്ട്, പച്ചമുളക്. അതുകൊണ്ട് നമുക്ക് മസാല കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതനുസരിച്ച് ഇടാം. കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇത് 1 ടീസ്പൂൺ ഇട്ടാൽ മതിയാവുമായിരിക്കില്ലേ. മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നോക്കാം.
കുറച്ച് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഴിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ ഞാൻ ഇച്ചിരി നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിരിക്കും, നിങ്ങൾ ട്രൈ ചെയ്യാം. നമ്മുടെ മസാല ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമല്ല, ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച് തിരുമ്മി വെച്ചതാണ് കേട്ടോ. വേറെ കാര്യമായിട്ട് അതിൽ മസാലയൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ നമ്മളിതിലോട്ട് ഇട്ടു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒഴിച്ചു. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഞാനൊന്ന് മൂടി വെച്ചേക്കുവാണ്. ഇച്ചിരി നേരം കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ടൊന്ന് ഇടയ്ക്ക് അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുത്ത് വേവണതിനനുസരിച്ച് നമുക്കങ്ങനെ തുറന്നുകൊണ്ടിരിക്കാം കേട്ടോ. കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇട്ട മസാല ഇച്ചിരി കുറഞ്ഞു പോയി ഗൈസ്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു, പേടിക്കണ്ട. നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചൂടാക്കിയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്, ഒരാൾ ചെയ്തു വെച്ചതിൻ്റെ പണി ബാക്കി നമ്മൾ ചെയ്യരുത്. കണ്ടോ അമ്മ എത്ര മസാല ഇട്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മസാല പകുതിയിൽ വെച്ചിട്ടുണ്ടാവും, ചൂടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ചിക്കൻ കറി വാങ്ങി വയ്ക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഇനി വേറെ ഒരു കറിയും വേണ്ട. സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പാചക വീഡിയോസ് അല്ലാണ്ട് ഞങ്ങളുടെ വിശേഷങ്ങൾ, പോടാപ്പൊടി വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.